വെൽക്കം ടു CML ആൻഡ് സ്റ്റഫ്. ഇന്നത്തെ ക്ലാസ്സിൽ ഗ്രാജുവൻസിൻ്റെ മോണിറ്റർ മോഡലിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഇവിടെ സ്റ്റീഫൻ ഡി ഗ്രാജുവൻസിൻ്റെ മോണിറ്റർ മോഡൽ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ നമ്മൾ നേടിയെടുക്കുന്നത് പ്രധാനമായിട്ടും 5 ഹൈപ്പോത്തസിസിലൂടെയാണ് എന്ന രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. അതിനകത്ത് ആദ്യം പറയുന്നത് ദ അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസ്. ഇപ്പോൾ അക്വിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സബ് കോൺഷ്യസ് ആക്ടിവിറ്റിയാണ്. അതായത് ഇപ്പോൾ കുട്ടികൾ ആദ്യം ഭാഷ പഠിക്കുന്നത് ഒരു സബ് കോൺഷ്യസ് ആക്ടിവിറ്റിയാണ്, അതായത് ഒരു അക്വിസിഷനാണ്. അപ്പോൾ അതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് പഠിക്കുന്നതല്ല, നമ്മൾ ഭാഷ പഠിക്കുകയാണ് എന്ന് അറിഞ്ഞിട്ടല്ല പഠിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ അക്വിസിഷൻ എന്ന് പറയുക. അതേസമയം ലേണിംഗ് എന്ന് പറയുന്നത് ഇസ് എ കോൺഷ്യസ് പ്രോസസ് ഓഫ് സ്റ്റഡിയിങ് റൂൾസ് ആൻഡ് ഗ്രാമർ. ലാംഗ്വേജ് നമ്മൾ ഗ്രാമറും റൂൾസും എല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കി നമ്മൾ ബോധപൂർവം ഇത് ലാംഗ്വേജ് പഠിക്കുകയാണ് എന്ന് മനസ്സിലാക്കി പഠിക്കുന്നതാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. സോ ദ അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നെക്സ്റ്റ് വൺ ദ മോണിറ്റർ ഹൈപ്പോത്തസിസ്. ഈ മോണിറ്റർ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റ് തിരുത്താനുള്ള ഒരു സംവിധാനമാണ്. അതായത് ഇപ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കുകയാണ് എന്നുള്ള ബോധത്തോടു കൂടി ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അത് ഉപയോഗിക്കുന്ന സമയത്ത് തെറ്റുകൾ വരുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് ഒരു പ്രൂഫ് റീഡറാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാൾ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് ശരിക്കും അക്വിസിഷനിലൂടെയാണ് വേണ്ടത്. അപ്പോഴാണ് ഒരു ഒഴുക്കുണ്ടാവുള്ളൂ, ഒരു ഫ്ലോ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഗ്രാമർ തെറ്റോ എന്നൊക്കെ ആലോചിച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ, തിരുത്താൻ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ഭാഷ പഠിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ സംസാരിക്കുന്നതിൻ്റെ ഒരു ഫ്ലോ നഷ്ടപ്പെടും. അപ്പോൾ ഈ മോണിറ്റർ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് നമ്മൾ എന്താണോ ഗ്രാമർ അല്ലെങ്കിൽ റൂൾസ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് മോണിറ്റർ ചെയ്യുക, അതിനകത്ത് മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് നോക്കുന്നതാണ് ഈ മോണിറ്റർ എന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് അക്വിസിഷനാണ് എപ്പോഴും നല്ലത്. അതായത് ബോധപൂർവമല്ലാത്ത പഠനത്തിലൂടെ ലാംഗ്വേജ് പഠിക്കാൻ കുറച്ചും കൂടി ഈസിയാണ്, ഒരു കുട്ടി ആദ്യമായിട്ട് മാതൃഭാഷ പഠിക്കുന്നത് പോലെ. നെക്സ്റ്റ് പറയുന്നത് ദ നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ്. അതായത് ഗ്രമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ആർ അക്വയർഡ് ഇൻ എ പ്രെഡിക്റ്റബിൾ നാച്ചുറൽ ഓർഡർ സിമിലർ ടു L1 അക്വിസിഷൻ. ഇപ്പോൾ നമ്മൾ ടീച്ചർ ഇപ്പോൾ എത്ര ഓർഡർ മാറ്റിയിട്ട് നമുക്ക് ഗ്രാമർ പഠിപ്പിച്ചെന്നാലും നമ്മൾ യഥാർത്ഥ ആ ഒരു പൊസിഷനിലേക്ക് തന്നെ എത്തും. അതായത് ഗ്രാമർ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറേ റൂൾസ് പഠിക്കും അല്ലേ. ഇപ്പോൾ ING ഫോം എവിടെ വേണം, ES എവിടെ വേണം, ES എവിടെ വേണം, അങ്ങനെ നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോൾ ചെറിയ പ്രായം മുതൽ തന്നെ നമുക്ക് കുറേ റൂൾസ് പഠിപ്പിച്ച് തരും. അപ്പോൾ ടീച്ചർ ഇവിടെ ക്രമം തെറ്റി പഠിപ്പിച്ചു കഴിഞ്ഞാലും എല്ലാത്തിൻ്റെയും നിയമം ഒന്ന് തന്നെയാണ്. അതിനാണ് ദ നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ദ ഇൻപുട്ട് ഹൈപ്പോത്തസിസ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ലേണേഴ്സ് പ്രോഗ്രസ് when they understand input that is slightly more advanced than their current level. അതായത് ഇപ്പോൾ ഒരാൾ ലാംഗ്വേജ് പഠിക്കുന്നത് എവിടെയാണോ അയാൾ എത്തിയിട്ടുള്ളത് അതിൽ തന്നെ നിന്ന് കഴിഞ്ഞാലൊന്നും നമുക്ക് നമ്മുടെ ഭാഷയിൽ അത്ര പ്രാവീണ്യം വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനേക്കാൾ കുറച്ചും കൂടി നല്ല ഒന്നിലേക്ക് എത്തണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഡിക്ഷണറി ഉപയോഗിച്ചിട്ട് ഭാഷ പഠിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ ഇരിക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒന്നിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അപ്പോൾ അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 80% നമുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ഇംഗ്ലീഷ് മൂവി കാണുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഒരു ഡിക്ഷണറി എടുത്തിട്ട് ഗ്രാമർ റൂൾസൊക്കെ വെച്ച് നമ്മൾ പഠിക്കുന്ന ആ ഒരു ഭാഷ പഠിക്കുന്ന രീതിനേക്കാൾ കുറച്ചും ബെറ്റർ ആവുന്നതായിരിക്കും. അതിനാണ് നമ്മൾ ഇൻപുട്ട് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അത് ഇപ്പോഴുള്ള നിലവാരത്തിനേക്കാൾ കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് മാറാൻ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ഓപ്ഷൻസ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നെക്സ്റ്റ് വൺ ദ എഫക്റ്റീവ് ഫിൽറ്റർ ഹൈപ്പോത്തസിസ്. ഇത് നെഗറ്റീവ് ഇമോഷൻസ് ലൈക്ക് സ്ട്രെസ്, ആങ്സൈറ്റി ആൻഡ് ലോ മോട്ടിവേഷൻ ക്രിയേറ്റ് എ മെൻ്റൽ ബ്ലോക്ക് ദാറ്റ് പ്രിവെൻറ്റ്സ് കോംപ്രിഹെൻസിബിൾ ഇൻപുട്ട് ഫ്രം ബീങ് അബ്സോർബ്ഡ്. ഇപ്പോൾ നമുക്ക് ലാംഗ്വേജ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നെഗറ്റീവ് ഇമോഷൻസ് ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടോ, ആങ്സൈറ്റി ഉണ്ടോ, അതുപോലെ ലോ മോട്ടിവേഷൻ വന്നോ, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ ബ്ലോക്ക് ചെയ്യും. അതായത് നമുക്കത് ചെയ്യാനുള്ള താല്പര്യക്കുറവ് വരും, നമുക്ക് നാണമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയാനുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ വരുന്നത് ഇങ്ങനെ ലോ മോട്ടിവേഷൻസിലൂടെ നമുക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭാഷ പഠിക്കാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ എഫക്റ്റീവ് ഫിൽറ്റർ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇങ്ങനെ സ്ട്രെസ് ഇല്ലാതെ ആങ്സൈറ്റി ഇല്ലാതെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി അത് നമ്മൾ തന്നെ വളർത്തിയെടുത്ത് നമ്മൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഭാഷ പഠിക്കുന്നത് ഒരു പക്ഷേ ഏറ്റവും രസകരവും
അതുപോലെ പെട്ടെന്ന് മനസ്സിലാവുന്നതുമായ ഒരവസ്ഥയിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതിനെയാണ് എഫക്റ്റീവ് ഫിൽറ്റർ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു Gratian, acquisition is more important than learning and a low effective filter is essential for acquisition to occur. അതായത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അക്വിസിഷൻ, അതായത് ഒരു സബ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പഠനം തന്നെയാണ് ലേണിങ്ങിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോൺഷ്യസ് പ്രോസസ്സാണ്. അതിനേക്കാൾ നല്ലത് സബ് കോൺഷ്യസ് ആയിട്ടുള്ള കുട്ടികൾ ഭാഷ പഠിക്കുന്ന പോലെയുള്ള ഒരു പഠനം തന്നെയാണ്. എ ലോ എഫക്റ്റീവ് ഫിൽറ്റർ ഈസ് എസെൻഷ്യൽ ഫോർ അക്വിസിഷൻ ടു ഒക്കർ. അപ്പോൾ ഓരോ ഹൈപ്പോത്തസിസും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ അത് എളുപ്പം നിങ്ങൾക്ക് കിട്ടും. അതായത് അക്വിസിഷൻ എന്നാണ് എപ്പോഴും നല്ലത്. നമ്മൾ ബോധപൂർവമല്ലാത്ത പഠനം, ലേണിംഗ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അക്വിസിഷനാണ്. പിന്നെ മോണിറ്റർ എന്ന് പറയുന്നത് നമ്മൾ മിസ്റ്റേക്സുകളൊക്കെ തിരുത്തുന്നതാണ്. നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പഠിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ഓർഡറിൽ തന്നെയാണ് ടീച്ചർ എങ്ങനെ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഓർഡറിലേക്ക് എത്തും. ഇൻപുട്ട് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എവിടെയാണോ നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്നത് അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റൊന്ന് കൂടി അതിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് ലാംഗ്വേജ് അതിൻ്റേതായ രീതിയിലേക്ക് പോവുള്ളൂ. പിന്നെ എഫക്റ്റീവ് ഫിൽറ്റർ ഹൈപ്പോത്തസിസിൽ നമ്മൾക്ക് ഈ ആവശ്യമില്ലാത്ത ആങ്സൈറ്റി, സ്ട്രെസ് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ വളരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രാഷ്യൻസ് മോണിറ്റർ മോഡലിനകത്ത് പറയുന്നത്. ഇവിടെ എല്ലാത്തിൻ്റെയും പോലെ തന്നെ ഇതിനകത്ത് റോൾ ഓഫ് ടീച്ചർ, ലേണർ, മെറ്റീരിയൽസ്, അസസ്മെൻറ്റ് ആൻഡ് ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ദ റോൾ ഓഫ് ദ ടീച്ചർ. ഇവിടെ അധ്യാപകൻ്റെ പങ്ക് എന്ന് പറയുന്നത് ഈ സമ്മർദ്ദം കുറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു ഇൻപുട്ട് നൽകുക. നമുക്ക് ആവശ്യമില്ലാതെ കുട്ടികളെ ടെൻഷനാക്കുന്ന രീതിയിലൊന്നും ഇല്ലാതെ, ഇങ്ങനൊരു സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു അന്തരീക്ഷത്തിലുള്ള അങ്ങനെയുള്ള കുറച്ച് ഇൻപുട്ട് നൽകുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സ്വയം പഠനത്തിനും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടക്കണമല്ലോ, അങ്ങനെയുള്ള പഠനത്തിനുമുള്ള ഒരു അവസരം അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ സമയത്ത് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതുപോലെ ഫോക്കസ് ഓൺ ഹൈ ഫ്രീക്വൻസി വൊക്കാബുലറി, കുട്ടികളെ അവരുടേതായ രീതിയിൽ പഠിക്കാൻ വേണ്ടി അനുവദിക്കുക. നമ്മൾ ആവശ്യമില്ലാത്ത സ്ട്രെസ്സ് കൊടുക്കേണ്ട എന്നർത്ഥം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത്. ഇനി ഇതേ സമയം ലേണേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പരിശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് നന്നായിട്ട് ഉണ്ടാവണം. അതുപോലെ ആവശ്യമില്ലാത്ത ആങ്സൈറ്റീസ് എല്ലാം ഒഴിവാക്കുകയും വേണം. ദെൻ ഓരോ കുട്ടികളുടെയും നിലവാരം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അവരുടെ നിലവാരത്തിന് അനുയോജ്യമായതും മനസ്സിലാക്കാവുന്നതുമാവുന്ന മെറ്റീരിയൽസ് വേണം യൂസ് ചെയ്യാൻ. ഇനി ഇവിടെ അസസ്മെൻറ്റ് വരുന്നത്, ഇപ്പോൾ ഒരു ടീച്ചർ എങ്ങനെയാണ് അത് അസസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ട്രഡീഷണൽ മെത്തേഡൊന്നും ഇവിടെ യൂസ് ചെയ്യാൻ ഒരു പക്ഷേ കഴിയില്ല. കാരണം കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ആക്ടിവിറ്റി ബേസ്ഡ് ആയിരിക്കണം. അപ്പോൾ അതായത് ഒരു ഓറൽ ആൻഡ് റിട്ടൺ ടെക്സ്റ്റുകൾ അതുവഴി ഉള്ളൊരു പഠനമായിരിക്കും കുറച്ചുകൂടി നല്ലത്. ട്രാൻസ്ലേഷനേക്കാൾ കൂടുതൽ നല്ലതായിരിക്കും അത് എന്നാണ് ഗ്രാഷ്യൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഫേവർ ചെയ്യുന്നതും അതിനെയാണ്. ഇനി ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ്, ക്ലാസ് റൂമിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാവണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ബാലൻസ് ടൈം ബിറ്റ്വീൻ അക്വിസിഷൻ ആക്ടിവിറ്റീസ് ആൻഡ് ലേണിംഗ് എക്സസൈസസ്. അതായത് ഈ അക്വിസിഷൻ പ്രവർത്തനങ്ങളും ലേണിംഗ് എക്സസൈസും തമ്മിൽ ഉള്ള സമയം ഒന്ന് ബാലൻസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു കോൺഷ്യസ് ആയിട്ടുള്ളതും സബ് കോൺഷ്യസ് ആയിട്ടുള്ള പഠന രീതികൾ തമ്മിലുള്ള ആ ഒരു സമയം ബാലൻസ് ചെയ്യുക. ദെൻ യൂസ് ദ മോണിറ്റർ ടു ചെക്ക് കറക്റ്റ്നെസ് ബട്ട് നോട്ട് ടു ഇംപ്രൂവ് എബിലിറ്റി. ഇപ്പോൾ മോണിറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ശരിയും തെറ്റുമൊക്കെ പരിശോധിക്കാം. പക്ഷേ കൂടുതൽ എക്സ്പോഷറും അതുപോലെ കമ്പല്ലിങ് ഇൻപുട്ട് നൽകുകയാണ് നല്ലത്. തെറ്റുകൾ തിരുത്തണം, എന്നാലും അവർക്ക് അവസരങ്ങളാണ് കൂടുതൽ കൊടുക്കേണ്ടത്. ആ ലാംഗ്വേജ് അടുത്തൊരു സെക്ഷൻ വരുന്ന സമയത്ത് വീണ്ടും ആവർത്തിക്കപ്പെടാത്ത തെറ്റുകൾ ഉണ്ടാവണം. തെറ്റുകൾ വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള എക്സ്പോഷേഴ്സ് ഇൻപുട്ട് ഒക്കെ കൊടുക്കുകയാണ് നല്ലത്. എപ്പോഴും ഇങ്ങനെ തെറ്റുകൾ മാത്രം കാണിച്ചു കൊടുക്കുന്നതുകൊണ്ടോ അത് തിരുത്തിക്കൊണ്ടതോ നല്ലത് അത് വരാതിരിക്കാൻ മാത്രമുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുക. അതാണ് പ്രൊവൈഡ് മോർ എക്സ്പോഷർ ആൻഡ് കമ്പല്ലിങ് ഇൻപുട്ട് ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അത് ഇങ്ങനെ നമുക്ക് മടുപ്പുണ്ടാക്കുന്ന പോലെ ഒന്നും ആവരുത്. ലാംഗ്വേജ് പഠിക്കുകയാണ്, അതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള തോന്നലില്ലാത്ത വിധം ബോറടിപ്പിക്കാത്ത അങ്ങനെയുള്ളത്. ആൻഡ് റെഡ്യൂസ് എഫക്റ്റീവ് ഫിൽറ്റേഴ്സ് ലൈക്ക് ലോ സെൽഫ് എസ്റ്റീം ബിഫോർ ക്ലാസ്. ഇപ്പോൾ ഒരു ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആയിട്ട്
ആവശ്യമില്ലാത്ത കുറവുകൾ, നമുക്ക് ഇന്ന കുറവുകളുണ്ട് എന്ന് പറയുന്ന ആവശ്യമില്ലാത്ത ചിന്തകൾ, നമ്മളുടെ ആങ്സൈറ്റീസ്. അതുപോലെ ഇങ്ങനെ നമുക്ക് നേരത്തെ അഫക്റ്റീവ് ഫിൽറ്റേഴ്സ് പറഞ്ഞത് നമ്മളുടെ ഉള്ളിൽ ആവശ്യമില്ലാത്ത കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കണം. ചുരുക്കത്തിൽ ഒരു സ്വാഭാവികമായ മനസ്സിലാക്കാവുന്ന ഒരു ഇൻപുട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഭാഷാ പഠനത്തിൻ്റെ ഏറ്റവും എളുപ്പമാർഗം എന്നാണ് ക്രാഷിൻ്റെ അഭിപ്രായം. അദ്ദേഹം അതിനെക്കുറിച്ചാണ് നമ്മളടുത്ത് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്രിട്ടിക്കൽ പെഡഗോജി, ദി കോൺസെപ്റ്റ്, കീ പ്രിൻസിപ്പിൾസ് ആൻഡ് ക്രിറ്റിസിസം. So critical pedagogy is an approach that goes beyond mere transfer of knowledge. It aims to develop critical consciousness, leading to the transformation of the individual, the learning environment and society. അതായത് ഈ ക്രിട്ടിക്കൽ പെഡഗോജി എന്നത് നമ്മൾ അറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക എന്നതിലുപരി ഒരു വ്യക്തിയെയും പഠന അന്തരീക്ഷത്തെയും സമൂഹത്തിനെയും ഒക്കെ മാറ്റുന്നതിനുള്ള ഒരു നിർണായകമായ ബോധം വികസിപ്പിച്ചെടുക്കുക, അതിനുള്ളൊരു സമീപനമാണ് ഈ പെഡഗോജി എന്ന് പറയുന്നത്. സോ ഇവിടെ പൗലോ ഫ്രെയർ എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു ബ്രസീലിയൻ എഡ്യൂക്കേറ്ററാണ് ആൻഡ് ഓഥർ ഓഫ് ദി പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ്, ഈസ് കൺസിഡർഡ് ദ ഫൗണ്ടർ ഓഫ് ദിസ് മൂവ്മെൻറ്റ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു വർക്കിലൂടെയാണ് ഈ ഒരു ആശയം കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം ഒരു 8 കോൺസെപ്റ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന് മുന്നേ അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആശയത്തിലേക്ക് വന്നത്, അപ്പോൾ ഇവിടെ പറയുന്നത് ട്രാൻസ്ഫോംസ് ദ ക്ലാസ് റൂം ഫ്രം എ ലെക്ചർ ബേസ്ഡ് ടു എ ഡിസ്കഷൻ ബേസ്ഡ് ക്ലാസ് where സ്റ്റുഡൻസ് തിങ്ക് ക്രിട്ടിക്കലി ഡ്രോ കൺക്ലൂഷൻ. അതായത് ഇപ്പോൾ മുന്നേ തന്നെ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് എന്താണ്, ക്ലാസ്സിൽ ഒരു ലെക്ചർ മെത്തേഡല്ല ടീച്ചർ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. ഇവിടെ ടീച്ചർ ആക്റ്റീവും കുട്ടികളവിടെ പാസീവുമായിട്ടുള്ളൊരു സാഹചര്യമാണ് നമുക്കറിയുന്നത്. അവിടെ നിന്ന് മാറിയിട്ട് ഒരു ഡിസ്കഷൻ ബേസിലേക്ക് ക്ലാസ്സിനെ മാറ്റണം. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ചിന്തിക്കാനും അവർക്ക് ക്രിട്ടിക്കലി കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു വിഷയത്തിൻ്റെ കൺക്ലൂഷനിലേക്ക് ചിന്തിച്ചുകൊണ്ട് അവരെ എത്തിക്കാനും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ ആ ഒരു ആശയത്തിലൂടെയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം ഇന്നത്തെ ആദ്യം അദ്ദേഹം പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിയറി, ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഓവർകം സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഓഫ് ഡോമിനേഷൻ. സെക്കൻഡ് വൺ, പെഡഗോജി ആസ് മോറൽ ആൻഡ് പൊളിറ്റിക്കൽ പ്രാക്ടീസ്, ഷേപ്പിംഗ് പേഴ്സണാലിറ്റീസ് ഫോർ സോഷ്യൽ ആക്ഷൻ. അതായത് രണ്ടാമത്തെ പറയുന്നത് ഒരു ധാർമ്മികമായതും രാഷ്ട്രീയവുമായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഇവിടെ നടക്കുന്നത്. അതായത് അദ്ദേഹം ഈ ഒരു പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് എന്ന് പറയുന്ന വർക്കിനകത്ത് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ കുറേ നയങ്ങളാണല്ലോ, കുറേ കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതിനകത്ത് അദ്ദേഹം മോറൽ ആൻഡ് പൊളിറ്റിക്കൽ പ്രാക്ടീസ് എന്ന് പറയാനുള്ള കാരണം, ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമുക്ക് വെറുതെ എന്തെങ്കിലും പഠിക്കുക എന്നുള്ളതല്ല, പകരം ധാർമ്മികമായതും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലുള്ള അറിവുകൾ നേടിയെടുത്ത് അങ്ങനെ വളരുന്നതാണ് വിദ്യാഭ്യാസം എന്നാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മളിപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾക്ക് ആവശ്യമില്ലാത്ത വിദ്യാഭ്യാസം നമുക്ക് നേടിയെടുക്കുന്നത് സമൂഹത്തിൽ നടക്കുന്ന എല്ലാ മോശം കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനും പഠിക്കാനും അതിനകത്ത് ആവശ്യമായതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു ചിന്താഗതി നമ്മൾ വളർത്തിയെടുക്കാനും വിദ്യാഭ്യാസം ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ധാർമ്മികവും രാഷ്ട്രീയവുമായിട്ടുള്ള നമ്മളുടെ ബോധം വികസിപ്പിച്ചെടുക്കുക എന്നുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസം എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ഷേപ്പിംഗ് പേഴ്സണാലിറ്റീസ് ഫോർ സോഷ്യൽ ആക്ഷൻ. നെക്സ്റ്റ് പറയുന്നത് നോൺ ന്യൂട്രാലിറ്റി ഓഫ് നോളജ്, അറിവിൻ്റെ നിഷ്പക്ഷമില്ലായ്മ എന്നുള്ളത്. അതായത് ഇദ്ദേഹം പറയുന്നുണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസത്തിൽ ഞാൻ നിഷ്പക്ഷനാണ് എന്ന് പറയുന്നത്, ന്യൂട്രലാണ് എന്ന് പറയുന്നത് സാധ്യമല്ല. അതായത് പഠിക്കുന്നതുമൊക്കെ എപ്പോഴും ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഗുണം ചെയ്യുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് ഒന്നുകിൽ ടീച്ചർ അതിൽ അടിച്ചമർത്തുന്ന ഒരു വിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലാണ് ഈ നോൺ ന്യൂട്രാലിറ്റി ഓഫ് നോളജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇദ്ദേഹത്തിൻ്റെ തിയറിയിൽ. നെക്സ്റ്റ് വൺ, ഡെമോക്രസി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ആസ് എഡ്യൂക്കേഷണൽ ഗോൾസ്. നെക്സ്റ്റ് വൺ, ഡെവലപ്പിംഗ് ക്രിട്ടിക്കൽ കോൺഷ്യസ്നെസ്. അതായത് ഇപ്പോൾ നമുക്കൊരു നിർണായകമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ളൊരു ബോധം. അതുപോലെയാണ് ടീച്ചിങ് ഡോമിനൻ്റ് ലാംഗ്വേജസ് ടു മൈനോറിറ്റീസ് വൈൽ റെസ്പെക്റ്റിംഗ് നേറ്റീവ് ലാംഗ്വേജ്. അതായത് ഭാഷയും അധികാരവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് മാതൃഭാഷയ്ക്കൊപ്പം തന്നെ മറ്റുള്ള ഡോമിനൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് കൂടി പഠിപ്പിക്കാനുള്ള ഒരവസരം നേടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതും കൂടി ചെയ്യുക.
ലാസ്റ്റ് വൺ ഓപ്പറേഷൻ ആൻഡ് ലിബറേഷൻ, ഈ അടിച്ചമർത്തലും വിമോചനവും. അപ്പോൾ അതായത് ഒരു നീതിയുക്തമായ ലോകത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കും. ദെൻ ലാസ്റ്റ് വൺ കൾച്ചറലി സസ്റ്റൈനിങ് പെഡഗോജി. ഇവിടെ സസ്റ്റൈനിങ് കൾച്ചർ വൈൽ ക്വസ്റ്റ്യനിങ് പവർ സ്ട്രക്ചേഴ്സ്, അതായത് ഇപ്പോൾ സംസ്കാരത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ അധികാരഘടനകളെ ചോദ്യം ചെയ്യുക. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെ അടിച്ചമർത്തപ്പെടുന്നവരെ സ്വതന്ത്രനാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ടീച്ചറും കുട്ടിയും തമ്മിൽ എപ്പോഴും ടീച്ചർ ആജ്ഞാപിക്കുന്ന ഒരാളായി മാറരുത്. എപ്പോഴും അവിടെ ചർച്ചകൾ വരണം, കുട്ടികളെ ചിന്തിപ്പിക്കുന്ന ഒരു ടീച്ചർ ആവണം. അപ്പോഴാണ് എല്ലാ കാര്യങ്ങളെയും കുട്ടികൾക്ക് അവരുടെ ബുദ്ധി വികസിക്കാനും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, സമൂഹം എന്തെന്ന് തിരിച്ചറിയാനും കുട്ടികൾക്ക് അവസരമുണ്ടാകുന്നുള്ളൂ. അപ്പോൾ പണ്ടത്തെ ആ ട്രഡീഷണൽ മെത്തേഡിൽ എപ്പോഴും ടീച്ചറിൻ്റെ ആ ഡോമിനേഷൻ വേണ്ട. അതിനേക്കാൾ നല്ലത് ഒരുപക്ഷെ ഈ ഒരു പരസ്പര സംവാദത്തിലൂടെ കാര്യങ്ങൾ ചിന്തിക്കാൻ പ്രാപ്തമാക്കുന്ന കുട്ടികളിലൂടെ അങ്ങനെ ഒരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ കുട്ടികൾ പിന്നിലേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് എന്നവരെ മനസ്സിലാക്കാണ് വേണ്ടത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് അടിച്ചമർത്തപ്പെടുന്നവർ ഒരുപാടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ആയി എന്ന് അവർ ചിന്തിക്കണം. അതല്ലാതെ നമ്മൾ ജീവിതകാലം മുഴുവൻ അങ്ങനെയാണ് എന്ന് അതങ്ങനെ കണ്ടിന്യൂ ചെയ്യല്ല. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ചൊരു ബോധവൽക്കരണം വിദ്യാഭ്യാസത്തിലൂടെ കിട്ടണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹ്യൂമനൈസേഷൻ, ഈ മനുഷ്യരെ കേവലം ഒരു വസ്തുക്കളായി കാണാതെ മനുഷ്യരെ മനുഷ്യരായി കാണണം. അപ്പോഴാണ് നമ്മുടെ സമൂഹം വളരുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ലിബറേഷൻ. ഇപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത്. ഇപ്പോൾ ഓരോ ആളുകൾക്കും അടിച്ചമർത്തപ്പെട്ട അവസ്ഥയിൽ നിൽക്കല്ല, നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം തന്നെയാണ് ആവശ്യം. അത് മനസ്സിലാക്കാൻ വിദ്യാഭ്യാസം ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വർക്കിലൂടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിലൂടെ എന്താണ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം ഏത് രീതിയിലാവണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയമാണ് നമ്മളിവിടെ കണ്ടത്. ഇനി ഈ ഒരു തിയറിയുടെ ബേസിൽ നമ്മൾ ടീച്ചേഴ്സിൻ്റെ റോളും അതുപോലെ ലേണേഴ്സിൻ്റെ റോളും എല്ലാം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്, ഇപ്പോൾ ഫാമിലിയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും നിലനിൽക്കുന്ന ഈ അസമത്വങ്ങളെ ചോദ്യം ചെയ്യാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അത് ക്ലാസ്സിൽ നിന്ന് തന്നെ ആദ്യം മുതൽ തന്നെ അത് കുട്ടികളും ടീച്ചേഴ്സും തമ്മിലുണ്ടാകുന്ന ആ ഒരു പരസ്പര സംവാദത്തിലൂടെയാണ് കുട്ടികളെ അതിനനുസരിച്ച് പ്രാപ്തമാക്കാൻ വെക്കുന്നുള്ളൂ. അപ്പോൾ ഉദ്ദേശം ഇങ്ങനെയാവണം. പിന്നെ വിദ്യാർത്ഥികളുടെ പങ്കെന്ന് പറയുന്നത് സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളിൽ സജീവമായി ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടണം. അതുപോലെ അങ്ങനെയുള്ള അവസരങ്ങളിൽ അവർ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതുപോലെ തന്നെയാണ് പലപ്പോഴും ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നല്ല രീതിയിൽ നോക്കിക്കാണാനും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനും എല്ലാം കുട്ടികൾ പ്രാപ്തമാവരും. പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ സാമൂഹികപരമായ പ്രശ്നങ്ങളെ ചോദ്യം ചെയ്യുന്ന പാഠങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉൾപ്പെടുത്തുക അങ്ങനെ ചെയ്യാറുണ്ട്. അതാണ് ഇതിനകത്തുള്ളൊരു മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ അസസ്മെൻ്റ് എന്ന് പറയുന്നത്, മോഡ് ഓഫ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് ശരിയായ ഒരു ഉത്തരത്തിന് പകരം പ്രശ്നങ്ങളെക്കുറിച്ച് നിർണായകമായി കുട്ടികൾ ചിന്തിക്കുന്നുണ്ടോ എന്നാണ് അസസ്മെൻ്റ്. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കറക്റ്റ് ആൻസർ അല്ല വേണ്ടത്, എങ്ങനെയാണ് എക്സാമ്പിളിലൂടെ ആ കുട്ടി അതിനെ നോക്കിക്കണ്ടിട്ടുള്ളത്, വിശകലനം ചെയ്യുന്ന രീതി എങ്ങനെയാണ്, അപ്പോൾ എഴുതാനുള്ള കഴിവ്, ചർച്ചകളിലൊക്കെ സജീവമായി കുട്ടി എങ്ങനെ പങ്കെടുക്കുന്നുണ്ട്, ഇതൊക്കെയാണ് പ്രധാനം. അപ്പോൾ അങ്ങനെയാണ് ഒരു കുട്ടീനെ വിലയിരുത്തുന്നത്.